ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു EK മീഡിയ ടെക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനു മുമ്പൊരു സീരീസ് തുടങ്ങി വെച്ചിരുന്നു, വാട്ട് ഈസ് ഇൻസൈഡ് എന്നുള്ളൊരു സീരീസ്. അപ്പോൾ അതിൽ അവസാനം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, മെമ്മറി കാർഡിൻ്റെ ഉൾഭാഗത്തായിട്ട് എന്താണുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളിലുള്ള ഹാർഡ് ഡിസ്കിൻ്റെ ഉൾഭാഗത്തായിട്ട് എന്താണുള്ളത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്കിന് ഉൾഭാഗത്തായിട്ട് എന്താണുള്ളത് നമുക്കിന്ന് നോക്കാം. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാനിവിടെ CPU എടുത്തിട്ടുണ്ട്. CPU നമുക്ക് ജസ്റ്റ് ചെരിച്ച് വെച്ചത് സ്ക്രൂ ഒക്കെ റിമൂവ് ചെയ്ത് ഒന്ന് തുറക്കാം. എന്നിട്ട് അതിനുള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു ഹാർഡ് ഡിസ്ക് പുറത്തേക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതേപോലെ 2 സ്ക്രൂകളുണ്ട്. അപ്പോൾ ആ 2 ഭാഗത്തുള്ള സ്ക്രൂകൾ അൺസ്ക്രൂ ചെയ്ത് അതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തുറന്നാൽ ഉള്ളിലായിട്ട് നമ്മൾ ഹാർഡ് ഡിസ്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഞാൻ അവിടെ നിന്ന് ഊരിയെടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ സ്ക്രൂ അൺസ്ക്രൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഇതിൻ്റെ കേബിളുകൾ നമ്മൾ സാറ്റ കേബിള് അതുപോലെ തന്നെ അതിൻ്റെ പവർ കേബിൾ രണ്ടും ഊരിയെടുത്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹാർഡ് ഡിസ്ക് സാറ്റ കേബിളുള്ള ന്യൂ മോഡൽ ഹാർഡ് ഡിസ്ക്കാണ്. ഓൾഡ് മോഡൽ ഹാർഡ് ഡിസ്ക്കും ഉണ്ട്, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 7 സ്ക്രൂകൾ കാണാൻ പറ്റും. 2 വശത്തായിട്ട് 6 എണ്ണം, പിന്നെ നടുവിലായിട്ട് ഒന്നുണ്ട് ഇത്തിരി മോൾ ഭാഗത്തായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രൂ നമുക്ക് ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് എന്താണുള്ളത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും അറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന്. പലരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും, എങ്കിലും കാണാത്തവരും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചില ഭാഗങ്ങൾ നമുക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഡയറക്റ്റ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അവസാനത്തെ ആ ഒരു സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, അത് റിമൂവ് ചെയ്തു. യെസ്, ഇപ്പോൾ നമ്മൾ എല്ലാ സ്ക്രൂകളും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഇൻസൈഡ്, ഇതിന് ഉൾഭാഗത്തായിട്ട് എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റുന്നില്ല, ഇത്തിരി ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓക്കെ, അപ്പോൾ ഇപ്പോൾ പൊന്തി വരുന്നത് കാണാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗത്ത് എന്താണുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തുറക്കാൻ പോവാണ്. യെസ്, വാവ്, നിങ്ങൾക്കിവിടെ കാണാൻ നല്ലൊരു അടിപൊളി മിറർ ഷേപ്പിൽ ഉള്ളൊരു ഡിസ്ക് അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ ആ മിറർ ഷേപ്പിലുള്ള ആ ഡിസ്കിന് അടുത്തായിട്ടൊരു വടി പോലെ ഒരു നീണ്ട ഒരു വടി പോലെയുള്ളൊരു സാധനം, അതൊരു മൊഡ്യൂളാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു നമ്മളെ ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റാസൊക്കെ റീഡ് ചെയ്യാനായിട്ടുള്ളൊരു മൊഡ്യൂളാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ പക്ക ക്വാളിറ്റി. എന്താ ലുക്ക് അറിയോ, നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ പറയുന്നില്ല. ആ ഒരു ഗ്ലാസ് ഫിനിഷ്, പിന്നെ റൗണ്ടിൽ നമ്മൾ സാധാ ഡിസ്കൊക്കെ ഡിസ്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ DVD CD ഒക്കെ, അതേപോലെ തന്നെ അത് മിറർ ഷേപ്പിൽ വന്നാൽ ഇങ്ങനെ ഉണ്ടാകും. അതുപോലെ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്ക് ഇവിടെ കറങ്ങുകയാണ് ചെയ്യുക. സാധാരണ നമ്മൾ DVD പ്ലെയറുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാകും. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. താഴെയായിട്ട് ഒരുപാട് ഇതുപോലെ ചെറിയ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കാണാൻ നല്ലൊരു ഡിസൈൻ, നല്ലൊരു വൃത്തിയുണ്ട്, നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷോക്കേസിലോ മറ്റൊക്കെ വെക്കാനൊക്കെ തോന്നുന്ന ടൈപ്പിൽ അത്രയ്ക്ക് നല്ലൊരു രസമാണ് ഇതിങ്ങനെ ഉൾഭാഗം കാണാനായിട്ട്. ഒരിക്കലും നിങ്ങൾ വർക്കിംഗ് ഉള്ള ഹാർഡ് ഡിസ്ക് ഇതുപോലെ അഴിക്കാൻ പാടില്ല. കാരണം നമ്മൾ വർക്കിംഗ് ഉള്ള ഹാർഡ് ഡിസ്ക് ഇതുപോലെ അഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു മിറർ ഭാഗത്ത് എന്തെങ്കിലും പൊടിയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഹാർഡ് ഡിസ്ക് ചിലപ്പോൾ ഹാർഡ് ഡിസ്കിൽ ഡാറ്റാസ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ഉറപ്പായും ലൈക്ക് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.